കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ വന്നാണെങ്കിൽ വന്ന വഴിക്ക് എന്നെ തിരിച്ചു വിട്ടോ. ആള് മാറിപ്പോയി. അത്രയ്ക്ക് ധൈര്യശാലി ആവല്ലേ മാഷേ. സിദ്ധു, എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ കാര്യമില്ലാതാവും. താനങ്ങ് സംഭവിപ്പിക്കടോ, നമുക്ക് നോക്കാലോ. ഈ നാട്ടിൽ പിറക്കാൻ പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവിതമാ തന്റെ ഫാക്ടറി കാരണം തകരാൻ പോകുന്നത്. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. എന്താ ഗിരീഷേ? സാറോ? അയ്യോ, എല്ലാരും ഉണ്ടല്ലോ. ഇവരാണോ ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? മോക്ക് വിശേഷമായോണ്ട് വന്നതായിരിക്കും അല്ലേ? വീട്ടിലൊരു കുഞ്ഞു പറക്കാന്ന് പറഞ്ഞാ അതൊരു ഉത്സവം പോലാ. ആഘോഷിക്കേണ്ട കാര്യമല്ലേ? കേക്ക് നേരെന്താ ഇവിടെ? സിദ്ധാർത്ഥ സാറേ, നിങ്ങളോട് എനിക്ക് ബഹുമാനാ. നിങ്ങളുടെ മരുമോളാ എന്റെ കമ്പനിക്ക് പെർമിഷൻ തന്നത്. അതിന്റെ ഒരു നന്ദി MLA ഓടും നിങ്ങളുടെ കുടുംബത്തോടും എനിക്കുണ്ട്. ഒക്കെ കൂടെ വെച്ചിട്ട് പറയാ, സമരത്തിൽ നിന്ന് പെരുമാറാൻ മരുമോനെ ഒന്ന് ഉപദേശിക്കണം. ഈ സംരംഭത്തിൽ മരുമോൻ ഒറ്റയ്ക്കല്ല കേക്കെ, ഈ അമ്മായിയപ്പനും കൂടെ ഉണ്ട്. ഞങ്ങൾക്കൊപ്പം ജനങ്ങളും ഉണ്ട്. ചീഞ്ഞു നാറിയ നിങ്ങളുടെ കളികൾ ജനങ്ങൾ തോൽപ്പിക്കും. ആദ്യം നിങ്ങൾ അടച്ചു കെട്ടിയ വഴികൾ തുറക്കും. അത് കഴിഞ്ഞ് നിങ്ങളുടെ പ്ലാന്റ് അടപ്പിക്കും. ഓ, അങ്ങനെയാണല്ലേ? ആ, അങ്ങനെ തന്നെയാ. കേക്ക് നേരെ ചെല്ലാൻ നോക്കും. മോളെ, വീട്ടിലെ ആണുങ്ങൾ ചെയ്തു കൂട്ടുന്ന കുഴപ്പങ്ങൾക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് പെണ്ണുങ്ങളാ. മോളൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവല്ലേ? മനസ്സ് സന്തോഷിച്ചിരിക്കേണ്ട സമയ. ശിഷ്ടകാലം കരഞ്ഞു തീർക്കാനുള്ള ഗതി വിളിച്ച് വരുത്തരുത്. മതിയാക്കടോ, ഇറങ്ങിപ്പോ. ഗിരീഷേ, വേണ്ട. മുൻ MLA തടഞ്ഞത് നന്നായി. ഇല്ലെങ്കിലേ മരുമോൻ എന്നെ മൂക്കി വലിച്ച് കയറ്റിയെന്നെ. മാന്യമായിട്ടാ ഇത്രയും ദിവസം ഞാൻ ഇടപെട്ടത്. ഇനി ഈ രീതിയൊക്കെ അങ്ങ് മാറും. പ്ലാന്റിന് അനുമതി വാങ്ങിക്കാൻ അറിയാമെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാനും ഈ KK നായർക്ക് അറിയാം. എല്ലാരും ഒന്ന് കരുതിയിരുന്നോ? വണ്ടി എടുക്കടാ.